ഹായ്, എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതൊരു മൈക്രോഫോണാണ്. സോ യൂട്യൂബേഴ്സ്, അതേപോലെ തന്നെ വ്ളോഗേഴ്സ് അങ്ങനെയുള്ളവരുടെയൊക്കെ ആവശ്യത്തിനായി അഫോർഡബിൾ റേറ്റിലുള്ള വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു മൈക്രോഫോണാണ് നമ്മളിന്നിവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത്. ഈ മൈക്രോഫോൺ നമ്മൾ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. അതിൻ്റെ നെയിം BOYA BY-M1 യൂണിവേഴ്സൽ ലെവാലിയർ മൈക്രോഫോൺ എന്നാണ്. ഏകദേശം ഒരു 949 റുപ്പീസിനാണ് നമ്മൾക്കിത് ലഭിച്ചത്. ഇതിൻ്റെ MRP 1995 എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരുന്നത്. സോ നമ്മൾ ബോക്സ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് റെസിപ്റ്റ് കാണാം. ഞാനിപ്പോൾ അതൊന്നെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഡയറക്റ്റായിട്ട് ആ ബോക്സിലോട്ടാണ് പോകുന്നത്. BOYA ലെവാലിയർ മൈക്രോഫോൺ യൂണിവേഴ്സലാണ്. സ്മാർട്ട് ഫോൺസ്, DSLR, ലാപ്ടോപ്സ് അങ്ങനെ എല്ലാ ഗാഡ്ജറ്റ്സിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഈ പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു തരക്കേടില്ലാത്തൊരു പാക്കിംഗ് തന്നെയായിരുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സിലിക്ക ജെൽ പാക്കറ്റ് കിട്ടി. പിന്നെ ഒരു ലെതർ ലൈക്ക് പൗച്ച് കിട്ടിയിട്ടുണ്ട്. അതിനകത്താണ് ബാക്കി പ്രോഡക്റ്റ്സ് എന്ന് തോന്നുന്നു. അതിൻ്റെ യൂസർ മാനുവൽ, ഇൻസ്ട്രക്ഷൻ മാനുവൽ ആണിത്. പിന്നെ വാറൻറ്റി കാർഡ് ഉണ്ട്. ജസ്റ്റ് അതിലൊന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് ഒരു കാർഡ് മാത്രമാണ്. പിന്നെ ഈ ബോക്സിനകത്ത് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ലെതർ പൗച്ചിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഇതിങ്ങനെ ടൈ ചെയ്യാൻ പറ്റും. സോ അത് ഈ മൈക്രോഫോൺ സൂക്ഷിച്ച് വയ്ക്കാനായിരിക്കും ഈ പാക്കറ്റ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എനിവേസ് നമുക്ക് അതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. കുറേ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്സൊക്കെ ഉണ്ട് അതിനകത്ത്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു ബട്ടൺ ബാറ്ററിയാണ്. സോ മൈക്രോഫോൺ പവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. LR44 ആണിത്. ഇനി ബാക്കി കുറേ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ ഉണ്ട്, എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒരു ഫോം വിൻസ്ക്രീൻ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊരു കണക്ടറാണ്. റെക്കോർഡിംഗ് ഡിവൈസസിലേക്ക് ഈ മൈക്രോഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറാണ്. ഇത് ക്ലിപ്പാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ക്ലോത്തിങ് ക്ലിപ്പ്. നോക്കൂ, മെറ്റൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനൊരു മാഗ്നറ്റ് കൊണ്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് അയണാണ്. നല്ല ബലമൊക്കെ ഉണ്ട്. പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് മൈക്രോഫോൺ നോക്കാം. BY-M1 ലെവാലിയർ മൈക്രോഫോണാണ്. നോക്കൂ, ഇതതിൻ്റെ കണക്ടറാണ്. വൺ എൻഡിൽ പിന്നെ ഒരു കോഡ് ഇങ്ങനെ ചുറ്റി വയ്ക്കാൻ ഒരു വെൽക്രോ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെൽക്രോ. പിന്നെ ഇതിൻ്റെ വയറിന് നല്ല നീളമുണ്ട്, 6 മീറ്റേഴ്സ്. അത് ഇതിൻ്റെ നല്ലൊരു പ്രത്യേകതയാണ്. പിന്നെ ഇതാണ് നമ്മുടെ മൈക്രോഫോണിൻ്റെ മൈക്ക്. ഇതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ഫോം വിൻസ്ക്രീനൊക്കെ ഫിറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ അത് നിങ്ങൾക്ക് ഞാൻ പിന്നെ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ പവർ പാക്കാണിത്. അപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോൺസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ മൈക്രോഫോണിന് പവറിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മളിപ്പോൾ ക്യാമറസിലൊക്കെയാണ് വേണ്ടതെങ്കിൽ നമുക്കതിന് പവർ വേണം. സോ അതിനുള്ള ഒരു ഭാഗമാണിത്. നമുക്കിതിലാണ് ആ ബാറ്ററി ഒക്കെ ഇടേണ്ടത്. നോക്കൂ, ഞാൻ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ബാറ്ററി ഇടാനുള്ള ആ സ്ലോട്ട്. ഇത് ബാറ്ററി റിമൂവ് ചെയ്യാനുള്ള ഒരു റിബൺ ലൈക്ക് തിങ് ആണ്. ഇപ്പോൾ ഞാൻ ബാറ്ററി ഇട്ടിട്ടുണ്ട്. സോ ആ റിബൺ അടിയിലാക്കിയിട്ട് ഇടാൻ എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്കത് പിന്നീട് തിരിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കത് ക്ലോസ് ചെയ്യാം.
സോ ഈ പവർ സോഴ്സ് നിങ്ങൾ ക്യാമറയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ മാത്രം ആവശ്യമുള്ളതാണ്. സ്മാർട്ട് ഫോൺസിലാണ് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. സോ അതിലത്തെ ആ ഓൺ ഓഫ് ബട്ടണും കൂടി കാണിച്ചു തരാം. അപ്പോൾ ക്യാമറ അതിൽ യൂസ് ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ ഈ പവർ സോഴ്സ് അത് യൂസ് ചെയ്തോളും. അല്ലാത്ത സമയത്ത്, അതായത് സ്മാർട്ട് ഫോൺസിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളിത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴും എപ്പോഴും ഈ ബട്ടൺ എപ്പോഴും ഓഫ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ പവർ പെട്ടെന്ന് ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. അത് പവർ സോഴ്സാണ്. താഴെ ഉള്ളത് ഓൺ ഓഫ് ബട്ടണാണ്. എപ്പോഴും അത് ഓഫിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, ക്യാമറയിൽ വയ്ക്കുമ്പോൾ ഒഴിച്ച്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ള ഐറ്റംസ്. അപ്പോൾ ഏതായാലും നമുക്കിനി ഈ ക്ലോത്തിങ് ക്ലിപ്പ് മൈക്രോഫോണിലേക്ക് ഫിക്സ് ചെയ്യാം. അതിങ്ങനെ ഒരു ക്ലിക്ക് സൗണ്ടോടുകൂടി ഇതുപോലെ ഫിക്സ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ്. ആ ക്ലോത്തിങ് ക്ലിപ്പിലുള്ള ആ പ്ലാസ്റ്റിക് ലൂപ്പ് ഈ മൈക്രോഫോണിൻ്റെ താഴെ ഉള്ള ഇങ്ങനെ ഒരു ഭാഗം ഉണ്ട്, അതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഏതായാലും ഫോം വിൻഡ് സ്ക്രീനും ഇപ്പോൾ നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മൈക്രോഫോൺ യൂസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും റെക്കോർഡിംഗ് ഡിവൈസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ ഒരു കണക്ടർ ആവശ്യമുണ്ടെങ്കിൽ ഇത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഫോണിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇത് ലാപ്ടോപ്പിലും യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിൽ ഫോൺ ജാക്ക് കമ്പൈൻഡ് ആയിരിക്കണം. സെപ്പറേറ്റ് ഉള്ള ലാപ്ടോപ്സ് ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻ കേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പവർ സോഴ്സിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് മൈക്രോഫോണായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേസമയം ക്യാമറ ആണെങ്കിൽ അതിനകത്ത് മൈക്രോഫോൺ ഇൻപുട്ട് ഉണ്ടോ എന്നും കൂടി നോക്കണം. അത് ഉറപ്പ് വരുത്തിയിട്ട് ശേഷം മാത്രം നിങ്ങളിത് വാങ്ങിച്ചാൽ മതിയാവും. അപ്പോൾ ഏതായാലും നമ്മൾ കണക്ടർ ഒന്ന് എടുത്തു വിട്ടിട്ടുണ്ട്. നമ്മൾ ഫോണിലാണ് ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ക്ലോത്തിൽ ഫിക്സ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് അത് ക്ലോത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പിൻ ചെയ്താൽ മതി. ആ മൈക്രോഫോണിൻ്റെ ഹെഡ് താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്വസിക്കുമ്പോൾ ഒക്കെ ഉള്ള ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതൊന്നും അതിനകത്ത് വരാതെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. പിന്നെ മാത്രമല്ല, ആ ഒരു ഡിസ്റ്റൻസ് മൗത്തിൽ നിന്ന് ആ മൈക്രോഫോണിൻ്റെ ഹെഡിലേക്ക് ഒരു 20 to 25 സെൻറ്റിമീറ്റേഴ്സ് ഒരു ഡിസ്റ്റൻസിലാണ് വെക്കേണ്ടത്. ഇതൊരു ക്ലോസപ്പ് ഷോട്ടാണ്. കാണുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. വളരെ നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഈ മൈക്രോഫോൺ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് വീഡിയോസും ഇതും തമ്മിൽ കാണുമ്പോൾ കേട്ട് നോക്കുമ്പോൾ ഉള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലോസപ്പ് ഷോട്ടിൽ ആ പവർ സോഴ്സൊക്കെ കാണിച്ചു തരികയാണ്. ഓൺ ഓഫ് ബട്ടണും കണ്ടോ, ക്യാമറാസ് എഴുതിയ ഭാഗത്ത് ക്യാമറാസ് ആക്കാൻ, അതായത് പവർ ഓൺ ആക്കാനുള്ളതാണ്. ജസ്റ്റ് ആ ബട്ടൺ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങോട്ട്. സോ ക്യാമറാസ് യൂസ് ചെയ്യാത്തപ്പോൾ നമുക്ക് ആ ബട്ടൺ ഓഫ് ചെയ്ത് വെക്കാം. ആൻഡ് ഓൾസോ സ്റ്റോർ ചെയ്യുമ്പോഴും ഇത് ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ പവർ പെട്ടെന്ന് ഡ്രെയിനായി പോവും. സോ നല്ല സ്റ്റഡി ബിൽഡാണ് ഇതിന്. ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഏതായാലും ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പ്രത്യേകം അറിയിച്ചു കൊള്ളുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്